വളരെ വളരെ സന്തോഷമുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് വീണ്ടും നമുക്ക് ആയിരിപ്പാൻ, കർത്താവിൻ്റെ വലിയ നാമത്തെ ആരാധിപ്പാൻ, ഉയർത്തുവാൻ നമുക്ക് അവസരം ലഭിച്ചല്ലോ. We are greatly rejoicing in the presence of God that we have another opportunity to worship Him this morning. മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ലഭിച്ച അനുഗ്രഹീതമായ ആരാധനാ സമയങ്ങൾക്കായി ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുന്നു. വളരെ കമ്മിറ്റ്മെൻറ്റോടെ ഈ ഗാനങ്ങൾ നമുക്ക് വേണ്ടി നമ്മെ പാടി സഹായിച്ച് നമ്മെ ആരാധനയിലേക്ക് നയിച്ച ടീമിനെ, ലീഡേഴ്സിനെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for the opportunity we had to worship God in Malayalam as well as in English, and also those who took the leadership and the commitment to lead us into worship. ആരാധനാ സമയങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. Don't forget how important the time of worship that we have. അതിനെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ ഇടയാകരുത്, ആകാവുന്നത്രത്തോളം. And as much as possible, don't use that time for anything else. ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കുവാനുമാണ് നമ്മൾ കടന്നു വരുന്നത്. We have come here to worship and praise God. ഈ ആലയത്തിൽ വന്നിട്ട് ഒരു സ്തോത്രം പറയാതെ മടങ്ങിപ്പോകാൻ ഇടയാകണമെങ്കിൽ നമ്മൾ എത്ര അരിഷ്ടരാ അല്ലേ? How miserable are we if we are not able to praise God after we come here to worship. നമ്മുടെ വായൊന്ന് തുറക്കുന്നില്ലെങ്കിൽ, ശബ്ദമൊന്നും ഉയരുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എത്ര ദൗർഭാഗ്യവാദ്. You know how unfortunate we are if we are not able to open our mouths and praise God and worship God with the lips and the sound God has given us. നമ്മളിൽ ആരും തനിയെ ഇങ്ങനെയൊക്കെ ആയതല്ല, ദൈവത്തിന്റെ കൃപ മാത്രമാണ്. None of us are self-made. It is only by the grace of God that we are here. കർത്താവ് കൊണ്ടുവന്നതാ ഇത്രത്തോളം. And God has brought us to this point. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലുള്ള താഴ്മയും വിനയവും നന്ദിയും ഉണ്ടായിരിക്കണം. So always be grateful and thankful and come with the humility into the presence of God. ഹല്ലേലൂയ. Hallelujah. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ അങ്ങനെയാണ് നമ്മൾ കേട്ടത്. And when we are grateful is when God is able to work in us, and that's the same thing we have heard last night. ഞങ്ങളുടെ പ്രസംഗ ഭാഗത്തേക്ക് മടങ്ങിപ്പോകാം. And we want to come back to the message this morning. വളരെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. I request your prayer and be attentive to the word this morning. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. We have been hearing from the book of Philippians. ഇന്ന് രാവിലെ ബൈബിൾ സ്റ്റഡിയിൽ പാസ്റ്റർ ജോൺസൺ ജോർജും അതേ ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നിന്നാണ് സംസാരിച്ചത്. And the same message that we received from Philippians chapter 4 from the servant of God this morning. 3-ാം അധ്യായത്തിൽ നിന്നാകാതിരുന്നത് നന്നായി. And I'm glad that he didn't go into chapter 3. അല്ലെങ്കിൽ പിന്നെ ഇന്ന് എനിക്ക് പ്രസംഗിക്കാനൊന്നും കാണത്തില്ല. Then I would not have any subject to preach today. But 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ക്രിസ്ത്യൻ ലിവിങ് ഇൻ എ ചേഞ്ചിങ് വേൾഡ് എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. We have been listening the Christian living in a changing world. എങ്ങനെയാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമുക്ക് വിശ്വാസികളായി ജീവിക്കുവാൻ കഴിയും? How can we be believers and sustain our life in a changing world? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യത്തിലേക്ക്, കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി പോകുന്നില്ല. A couple of weeks ago I want to come back to the same subject. അപ്പോസ്തലനായ പൗലോസ് ഇത്ര പറയുന്നു, അത് മാത്രം നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ 17 മുതലുള്ള വാക്യങ്ങളാണ്, 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുവിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. And Paul here is admonishing us to follow my example and model your life after me. അതിൻ്റെ വിവിധ വശങ്ങൾ കണ്ടതാ. ഇനി നമുക്ക് അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. We have seen the different aspect of that. We want to move forward. ഇന്ന് 18-19 വാക്യങ്ങളാണ് നിങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യം. Today we're going to talk about Philippians chapter 3 verses 18 and 19. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച നമ്മൾ കണ്ടത് ഫോളോയിങ് ദ ഗോഡ്ലി പീപ്പിൾ, ദൈവികരായ ആത്മികരായ ആളുകളെ എങ്ങനെ നമ്മൾ അനുകരിക്കണം, പിൻപറ്റണം. For the last week, a few weeks, we've been talking about how we model or example those who are believers. ഇന്ന് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അതിൽ തന്നെ ഉള്ളത്. And along with that, there's another topic we want to talk about. 18-19 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Let us read verse 18 and 19. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു.
For as I have often told you before, and now tell you again, even with tears, many live as enemies of the cross of Christ. Their destiny is destruction, their God is their stomach, and their glory is in their shame. Their mind is set on earthly things. ഇപ്പോഴത്തെ ഒരു വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഫോളോയിങ്ങും അൺഫോളോയിങ്ങും. One of the biggest trends in social media today is following and unfollowing. ഒരു 10,000 ഫോളോവേഴ്സ് ഉള്ള എത്ര പേരുണ്ട്? ഇൻസ്റ്റയിലോ ട്വിറ്ററിലോ ഒക്കെ 10,000 ഫോളോവേഴ്സ് ഉള്ളവരുണ്ട്. How many of you have 10,000 followers in Instagram or any other social media? Or 100,000? Maybe 100,000? നമ്മുടെ എല്ലാം വലിയൊരു ആഗ്രഹമാണ് അല്ലേ? You know, some of us desire that. എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. To have that many followers. അപ്പം ഫോളോയിങ് അൺഫോളോയിങ്, ചിലർ അൺഫോളോ ചെയ്യും, ചിലരെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. Some people follow but some unfollow also. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. I have an Instagram account. ഫേസ്ബുക്കിലും ഉണ്ട്. Also in Facebook. രണ്ടും ഞാൻ ഉപയോഗിക്കാറില്ല. I don't use either one. എന്നാൽ വല്ലപ്പോഴും ഒക്കെ ഫോണിൽ ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. But I get the phone messages regarding this. ഇത്ര പേര് നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. And this many people started following you. ഞാനത് നോക്കാറില്ല, ആരെയും നോക്കാറില്ല, എനിക്കറിയത്തുമില്ല. I don't check who those people who are following me. എപ്പോഴോ ഒരു അക്കൗണ്ട് തുടങ്ങിയത് അത് അവിടെ കിടപ്പുണ്ട്. And I started an account some time ago, but I don't follow. നമ്മൾ എന്തിനാ ഫോളോ ചെയ്യേണ്ടത്, എന്തിനാ അൺഫോളോ ചെയ്യേണ്ടത്? What are the things that we need to follow? What are the things that we need to stop following? പൗലൂസ് ഇവിടെ കരഞ്ഞുകൊണ്ട് പറയുന്നെന്നാ പറയുന്നേ. It is written that Paul is saying this with a lot of weeping. With weeping. കാരണം എന്താ? പൗലൂസ് പറയുന്നു, അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് കരഞ്ഞും കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. Paul is saying with tears, I'm telling you, many are living as the enemies of the cross. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. പൗലൂസ് എനിക്ക് അരിശം വരുന്നതല്ല, ഞാൻ കോപിക്കുന്നതല്ല പറയുന്നു. Paul is saying that I'm frustrated or I'm angry. പൗലൂസ് പറയുന്നത് ഞാൻ കരഞ്ഞും കൊണ്ട് പറയുന്നു. Paul is saying with tears, I am saying this to you. ട്രൂ ഷെപ്പേർഡ്സ് എന്ന് പറയുന്നത് കരയുന്നവരായിരിക്കും. And true shepherds are the ones who often weep or cry. അല്ലെങ്കിലും പാസ്റ്റർമാർക്ക് എവിടെ അരിശപ്പെടാൻ പറ്റുന്നത്? Where can pastors be angry or frustrated? മറ്റുള്ളവർക്കൊക്കെ കോപിക്കാം, അരിശപ്പെടാം, അല്ലേ? Others can be angry and get upset. എന്നാൽ പാസ്റ്റർമാർക്ക് സാധാരണ പറ്റുന്ന കരയാൻ മാത്രമാണ്. And pastors often only can weep and cry sometimes. പൗലൂസും കരയുമായിരുന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയിച്ചു. I thank God because Paul was such a person. പൗലൂസിന്റെ ശുശ്രൂഷ മുഴുവൻ കണ്ണുനീര് നിറഞ്ഞതായിരുന്നു. And you see throughout the ministry of Paul, it was covered in tears. അനേക സമയങ്ങളിൽ പൗലൂസ് പറയുന്നുണ്ട്. In many times Paul mentions. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലെ എഫേസോസിൽ നിന്നുള്ള മൂപ്പന്മാരെയൊക്കെ മിലേത്തോസിൽ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പൗലൂസ് പറയുന്നുണ്ട്. In Acts chapter 20 we see the elders of Ephesus, he asked them to come to Miletus and talking to them. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയയിൽ വന്ന് 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെയിരുന്നു എന്നും 19-ാം വാക്യം വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. And he's telling the elders that who came to him says, I served the Lord with great humility and with tears in the midst of severe testing by Jewish opponents. അപ്പോൾ എങ്ങനെയാ കർത്താവിനെ സേവിച്ചതെന്ന് പറയുന്നത്? How did he serve the Lord? വളരെ കണ്ണുനീരോടുകൂടെ, വളരെ താഴ്മയോടെ, കണ്ണുനീരോടെ. With great humility and tears. എങ്ങനെയാ നമ്മൾ കർത്താവിനെ സേവിക്കേണ്ടത്? എങ്ങനെയാ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത്? How should we live and how should we follow Christ? വളരെ താഴ്മയോടെ, കണ്ണുനീരോടെ. With great humility and tears. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്. And we see again in Acts chapter 20 verse 31. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. And he is reminding the church that, remember those 3 years, I've never stopped warning you, each of you, and not stop crying for you.
പറഞ്ഞാൽ പോരായിരുന്നു, കരയുന്നത് എന്തിനാ? You know, he could have just commanded them or tell them, but why is he in tears? എനിക്കും അറിഞ്ഞുകൂടെ, ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയങ്ങൾ മുതൽ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ കരയുമായിരുന്നു. And oftentimes from the beginning of a ministry, as I share the word of God with people, I often cry. ഞാൻ ഓർത്ത് ഇത് വലിയ നാണക്കേടാണല്ലോ കർത്താവ്. You know, I thought, you know, what is such a shame that, you know, I'm not able to control my emotions. പുരുഷന്മാർ സാധാരണ കരയാറില്ലല്ലോ, You know, വളരെ men കുറവല്ലേ. don't often cry. നോ ഒഫൻസ് ടു ദ ലേഡീസ് പ്ലീസ്. അതുകൊണ്ട് കർത്താവേ ഇത് വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചു. There were times I thought, Lord, I don't want that. ഇപ്പം കണ്ണുനീരങ്ങ് നിന്ന് കേട്ടോ. You know, my tears stopped. പക്ഷെ എൻ്റെ ശുശ്രൂഷകളും അതുപോലെ ശുഷ്കമായി. You know, also my ministry also kind of diminished somewhat. ഉണങ്ങി വരണ്ട വിരസമായിട്ടുള്ള ശുശ്രൂഷകൾ. You know, a dry ministry at times. ഞാൻ മടങ്ങിപ്പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു പിന്നെയും. And when I went back to the Lord and cried in His presence, കർത്താവേ കണ്ണുനീർ എനിക്ക് മടക്കി തരണം. and Lord, I want that tears back. ഹൃദയത്തിൻ്റെ തകർച്ച എനിക്ക് മടക്കി തരണം. I need the brokenness of my heart. ശുശ്രൂഷയിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കണ്ണുനീര്. And that essential tears in the ministry of the gospel. പൗലോസ് പറയാൻ, ഞാൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അനേകർ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു, നിങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുന്നു. Paul is saying many are the enemies of the cross, and I say that with tears in my eyes. എന്തുകൊണ്ടാ പറയുന്നത്? So why is he saying എന്തുകൊണ്ടാ പൗലോസ് കരയുന്നത്? Why is he crying? കാരണം ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നവര് അവര് തന്നെ നടക്കുകയല്ല, അവര് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. And not only those who are walking as the enemies of the Christ, they are also influencing others to do the same. ഫാൾസ് ടീച്ചേഴ്സ് ആകട്ടെ, വേൾഡ്ലി ക്രിസ്ത്യൻസ് ആകട്ടെ, അവര് തങ്ങളെ തന്നെ അല്ല, തങ്ങൾ മാത്രമല്ല അങ്ങനെ ജീവിക്കുവാൻ ഇടയാകുന്നത്. Whether it's false teachers or worldly Christians, they are not only influencing themselves, they always mislead others. മറ്റുള്ളവരെയും അവർ വഴിതെറ്റിക്കും. അതുകൊണ്ടാണ് പൗലോസ് കരയാൻ തുടങ്ങുന്നത്. And that's why Paul is crying. ആരോ പറഞ്ഞതുപോലെ sin always takes someone along. പാപം എല്ലായ്പ്പോഴും മറ്റൊരാളിനെ കൂടെ അതിന്റെ കൂടെ കൊണ്ടുപോകും. You look at any sin, ഏത് പാപത്തെ നോക്കിക്കൊള്ളൂ. You look at any other sins. ആരും തനിയെ പാപം ചെയ്യുന്നില്ല. ഒരാൾ പാപം ചെയ്താൽ ആ പാപത്തോടുകൂടെ മറ്റുള്ളവരെയും അതിനോട് കൂടെ വലിച്ചോണ്ട് പോകും. Nobody sins alone. Along with their sins, they drag others in. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള ക്രൈസ്തവരോട്, വിശ്വാസികളോട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. Apostle Paul warned the believers in Ephesus earlier. ഇത് വളരെ കണ്ണുനീരോടെ അവരോട് പറഞ്ഞതാണ്. With great tears he told them this. അതാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിലും. And that's the same thing Paul is reminding the brothers in Philippi. How I really wish നമ്മുടെ സഭ കരയുന്ന ഒരു സഭയായിരുന്നെങ്കിൽ. അല്ലേ, കരയുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. How wonderful it will be. Our church is a crying church. I know there are people who are like that. നമ്മുടെ പ്രാർത്ഥനകളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ഹൃദയങ്ങൾ തകർന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ മലർത്തി ശബ്ദമുയർത്തി കർത്താവിനോട് നിലവിളിക്കുന്നവരുടെ കൂട്ടങ്ങൾ നമ്മുടെ ഇവിടെ ആലയത്തിൽ കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. How wonderful it would be. People would praying out, crying unto the Lord from the bottom of their heart, expressing their feelings and emotions. നമുക്ക് പാപത്തെ ആളുകൾ അവരുടെ പാപത്തെ നോക്കി അവരെ കുറ്റം വിധിക്കാൻ മാത്രമല്ല ഉത്തരവാദിത്തം. We not only have the responsibility to point fingers or judge others of their sins. ദൈവത്തെ അറിയാതെ നടക്കുന്നവരെ ഓർത്ത് കരയാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. We also have the responsibility to cry after those people who ദൈവവചനത്തിൽ അകന്നു പോകുന്നവർക്ക് വേണ്ടി നിലവിളിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. We also have the responsibility to those people who are backsliding. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിന്റെ ആകത്തുക, ശുശ്രൂഷയുടെ ആകത്തുക നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. If you look at the ministry as a whole sum of Apostle Paul's ministry, we can understand one thing. He never rejoiced in people's failures. മറ്റുള്ളവരുടെ ഫെയിലിയറിൽ പൗലോസ് ഒരിക്കലും റിജോയ്സ് ചെയ്തിരുന്നില്ല. ആളുകളുടെ തകർച്ച കണ്ടുകൊണ്ട്, അവരുടെ പരാജയങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിച്ച ആളല്ല പൗലോസ്. Paul never rejoiced in the failures of other believers. എന്നെ എപ്പോഴും വർഷങ്ങളായിട്ട് സ്വാധീനിക്കുന്ന
ഒരു വാക്യം പഴയ നിയമത്തിലുണ്ട്. There is a verse in the Old Testament that influenced me so അത് much. ശമൂവേലിന്റെ 2-ാം പുസ്തകം അതിന്റെ 1-ാം അധ്യായം 20-ാം വാക്യമാണ്. That is 2 Samuel chapter 1 verse 20. ദൈവത്തിന്റെ ദാസനായ ദാവീദ് ശൗലും യോനാഥാനും കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ് വിളിച്ചു പറയുന്ന വാക്കുകളാണ്. And this is David crying out as he knew Saul and Jonathan was killed. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ദാവീദ് ഇങ്ങനെയാ പറയുന്നത്, ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ, അസ്കലോൻ വീതികളിൽ അത് ഘോഷിക്കരുതേ, ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ, അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. And David is saying, tell it not in Gath, publish it not in the streets of Ashkelon. Let the daughters of Philistine rejoice. Let the daughters of the uncircumcised triumph. ഹല്ലേലൂയ. Hallelujah. മറ്റുള്ളവരുടെ പരാജയം അല്ലെങ്കിൽ ശൗലും യോനാഥാനും പടക്കളത്തിൽ പട്ടുപോയത് പബ്ലിഷ് ചെയ്യാൻ ഇടയാകരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. David's prayer is, even though Saul was his enemy, he's saying his death will not be published, and nobody should take fortune or fame in that. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള. It is difficult for us to understand this. കാരണം നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്, ഇൻക്ലിനേഷന്റെ ഭാഗമാണ് മറ്റുള്ളവരുടെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു പരത്തി അവർക്ക് മാക്സിമം ഡാമേജ് വരുത്തുക എന്നുള്ളതാണ് പലരുടെയും ലക്ഷ്യം. It's human inclination to look at somebody's failure, especially those who don't like, and make maximum publicity out of that failure. ആരുടെയെങ്കിലും പരാജയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമായിട്ട് വന്നാൽ പോലും വലിയൊരു ഉൾഭയത്തോടെയാണ് അത് പറയുന്നത്. We should be also, if you're having to talk about it, do it with great fear inside that you're talking about somebody's failure. Never ever rejoice in the failures of others. മറ്റുള്ളവരുടെ പരാജയങ്ങൾ നമ്മൾ ഒരിക്കലും റിജോയ്സ് ചെയ്യാൻ ഇടയാകരുത്. മറ്റുള്ളവരുടെ പരാജയവും തകർച്ചയും കണ്ടാൽ യഥാർത്ഥ ദൈവവേദലാണെങ്കിൽ പ്രാർത്ഥിക്കാനും കരയാനും തുടങ്ങും. A true child of God will weep and pray for somebody who has failed. ഫോൺ വിളിച്ചും ഫേസ്ബുക്കിലും അല്ലാതെയും എല്ലാമായിട്ട് ഇങ്ങനെ അഡ്വർടൈസ് ചെയ്തത് എങ്ങനെ മാക്സിമം പറഞ്ഞു പരത്താനാകിയാൽ ഒരു ദൈവവേദലിന്റെ ശ്രമം. A child of God cannot spread that through advertisement in Facebook and social media and spread that news. ദാവീദിന്റെ ആ എത്തിക്കലായിട്ടുള്ള ആ മോറലായിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് നമുക്കുണ്ടായിരുന്നു എത്ര നല്ലത്. How good it would be have the same moral and ethical standard of David in our own lives. ദാവീദിന്റെ സോൺ എനിമിയായിരുന്നു. അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുമായിട്ട് മരുഭൂമിയിൽ പുറകെ നടന്ന ആളാ ശൗലും. Saul and many of thousands of his followers were particularly focused on killing David. പക്ഷെ അവൻ മരിച്ചെന്ന് കേട്ടപ്പം പറയുക, അയ്യോ അത് പ്രസിദ്ധപ്പെടുത്തരുത്. So when he found his enemy Saul was dead, he says, let's not publish that news. വീഥികളിൽ അത് ഘോഷിക്കരുത്. And in the ways and the streets, let's not talk about that. ഫെലിസ്ത്യ കന്യകമാർ സന്തോഷിക്കാൻ ഇടയാക്കരുത്. And the Philistine daughters of Philistine should not hear about that. ഹല്ലേലൂയ. ആർക്കും ഹല്ലേലൂയ പറയാൻ പറ്റത്തില്ലല്ലേ. നമ്മുടെ ഉള്ളിലും കൂടെ ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂല്യങ്ങളൊന്ന് കയറണം. I hope these values will be inside of us. എന്തുകൊണ്ടാണ് പൗലോസ് കരഞ്ഞും കൊണ്ട് പറയുന്നത്? So Paul is with tears saying this. പൗലോസ് പറയുന്നത് അവരുടെ അവസാനം നാശം. അവർ നോക്കുമ്പോൾ അവർ നാശത്തിലേക്ക് പോകുന്നത് കണ്ടു. Paul is saying such people, their end is death. They're going to destruction. പൗലോസ് പറയാണ് അവരുടെ അവസാനം നാശമാ. Their end is destruction. Their destiny is destruction. നമ്മുടെ നാട്ടിൽ സരസമായിട്ട് പറയാറുണ്ട്, നിന്റെ അവസാനം മരണമാണ്. And in a funny way, people say your end is death. അതെല്ലാവരുടെയും അങ്ങനെ തന്നെയല്ല. Everybody's end is death. എന്നാൽ അതല്ല പൗലോസ് ഇവിടെ പറയുന്നത്. Paul is not talking about that. അവര് നാശത്തിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നെന്നാ പൗലോസ് പറയുന്നത്. I see with my eyes that they go into destruction. Their work is destructive. കാരണം അവർ ക്രിസ്തുവില്ലാതെ നടക്കുകയാ. Because they are Christless. ക്രിസ്തുവിൽ നിന്ന് അകന്നു നടക്കുകയാ. They are walking away from Christ. ദൈവവചനത്തോട് ബന്ധമില്ലാതെ ജീവിക്കുക. They have no relationship with the word of God. ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാ. They are moving us far away from Christ. അതുകൊണ്ട് അവരുടെ അവസാനം നാശമെന്നാ പൗലോസ് പറയുന്നത്. Paul is saying because of that their end is going into destruction. Success without walking in God's ways
is an eternal loss. ദൈവത്തിന്റെ വഴികളിൽ നമ്മൾ നടക്കാതെ ഉള്ള ജീവിക്കുന്ന ഒരു ഇറ്റേണൽ ലോസ് ആണ്. സാമിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുക. നമ്മൾ കർത്താവില്ലാത്ത ദൈവത്തിൻ്റെ വഴിയിലല്ലാതെയുള്ള സക്സസ് വലിയ എറ്റേണൽ ലോസാണ്. Without God's ways or not walking in God's ways is not truly a success, it is an eternal loss. മനസ്സിലായോ നിങ്ങൾക്ക്? Do you understand that concept? കർത്താവിൻ്റെ വഴിയിൽ നടക്കാതെ വിജയിക്കും തോറും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടുതൽ നമ്മൾ അഹംഭാവമുള്ളവരായി തീർന്നുകൊണ്ടിരിക്കും. If you think that you are successful without God but you are living in pride and your end is destruction. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയിൽ നടക്കാതെ ഇന്ന് നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, if you are think you are successful without walking in God's way, ഓർത്തുകൊള്ളണം, അത് വലിയ അപകട സൂചനയാ. I know that it is a very dangerous sign. ദൈവത്തിന്റെ വഴിയിൽ നടന്നിട്ടുള്ള സക്സസ് മതി നമുക്ക്. We only need the success that walking in the ways of God. അല്ലാത്ത വിജയങ്ങൾ എനിക്ക് വേണ്ട. Other type of victories and successes I do not need. മൂല്യങ്ങളെ ബലി കഴിച്ചിട്ടുള്ള വിജയം എനിക്ക് വേണ്ട. I do not want the success that I sacrifice the values. ഹല്ലേലൂയ. Amen. സ്തോത്രം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലേലും ഇത് ഞാൻ പ്രസംഗിക്കും. Whether you are interested or not, I'm going to preach this. ദൈവത്തോട് കൂടെ നടന്നിട്ടുള്ള സക്സസ് മതി നമുക്ക്. We only need the success along walking with God. അല്ലാത്തതെല്ലാം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. All the other success will lead us into destruction. ശക്തനായ പ്രസംഗകനായിരുന്ന ദൈവദാസൻ D.L. മൂഡിയുടെ അടുത്തൊരു യങ് ലേഡി ഭയങ്കര അഹങ്കാരത്തോടെ വന്നു. A young lady who was very prideful came to D.L. Moody, one of the great preachers. എന്നിട്ട് പറഞ്ഞു, "Preacher, Mr. Preacher, tell me the way to hell." നരകത്തിലേക്കുള്ള വഴി എന്നെ കാണിച്ചു തരാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. D.L. മൂഡി എല്ലാവരോടും സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നയാളാണ്. D.L. Moody often preached about the way to heaven. പക്ഷേ ഈ യുവതി വന്നേച്ചു പറഞ്ഞു, എനിക്ക് നരകത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം. The young lady came and, "Can you show me the way to hell?" മൂഡി അതിന് നല്ലൊരു മറുപടി കൊടുത്തു. Moody gave a proper response. അദ്ദേഹം പറഞ്ഞു, "ലേഡി, യു ഡോണ്ട് ഹാവ് ടു ഗോ എനിവേർ എൽസ്." നിങ്ങൾ വേറെ എങ്ങും പോകണമെന്ന് ആ സഹോദരിയോട് പറഞ്ഞു. Just go the way where you are going. നീ പോകുന്ന വഴി തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് അങ്ങോട്ട് പോകുന്നതാ. And that's where you are heading. അപ്പൊ നമ്മുടെ അഹംഭാവത്തിലും നമ്മുടെ വിചാരങ്ങളിലും എല്ലാം നമ്മൾ വിചാരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് അത് നമ്മളെ എങ്ങോ എത്തിക്കുമെന്നാ. And oftentimes in our pride we think our success will help us attain something or make us reach somewhere. അപ്പം പൗലോസ് പറയാ, ഞാൻ അവരെ നോക്കി കരയുക, കാരണം അവർക്ക് സക്സസ് ഉണ്ടെങ്കിലും അവര് ദൈവമില്ലാത്ത വഴികളിലാണ് അവർക്കത് ഉണ്ടാകുന്നത്. Paul is saying, I cry for those people because even though they think they're successful, they're walking into destruction. അവരെ നോക്കി ഞാൻ കരയുകയാണ്, കാരണം അവരുടെ അവസാനം നാശമാണ്. I am weeping and crying for them because their end is destruction. രണ്ടാമത്തെ കാര്യം, their God is their stomach. അവരുടെ ദൈവം അവരുടെ വയർ അവരുടെ ദൈവമാണ്. The second thing he's talking about, their stomach is their God. എന്ന് പറഞ്ഞാൽ they live for their appetite, അല്ലേ? അവര് കഴിക്കാനായിട്ട് ജീവിക്കുന്നവരെന്ന് അതിന്റെ അർത്ഥം. അത് തന്നെ. ടേസ്റ്റ് ബഡ്സിന് വേണ്ടി ജീവിക്കുക. For their taste buds. അതിനല്ലേ ദൈവം ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. And that's why God created the tongue and the taste. ഇവ നമ്മൾ ആരാധന കഴിയുമ്പോഴേ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് വർക്ക് ചെയ്യും. ഇപ്പോഴേ വർക്ക് ചെയ്യാൻ തുടങ്ങി കാണും, അല്ലേ? I know it is working, started working right now. നല്ല ഫുഡ് ആർക്കാ ഇഷ്ടമില്ലാത്ത? Who dislike good food? അപ്പം നമുക്ക് എല്ലാ ആഗ്രഹമുണ്ട്. All of us desire that. പക്ഷേ അതിനെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല പൗലോസ് ഇവിടെ പറയുന്നത്. Paul is not only talking about physical food here. Paul is actually, പൗലോസ് പറയുന്നത് how the people are being controlled by pleasure. ഈ സുഖ സൗകര്യങ്ങൾ കൊണ്ട് ആൾക്കാർ എങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്നാണ് പൗലോസ് ഈ ഇങ്ങനെയുള്ള സുഖങ്ങൾ അതിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നവര്. And we are controlled by the pleasures that we live in. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ, നൈമിഷികമായിട്ടുള്ളത്, നിലനിൽക്കാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. These are temporary things that are not eternal, has no values.
അല്ലാതെ 3 മണിക്കൂർ നിൽക്കുന്ന ആഹാരത്തെക്കുറിച്ച് മാത്രമല്ല. We're not talking about a food that lasts 2-3 hours. നമ്മൾ പ്ലഷറിന് വേണ്ടി ജീവിക്കുക. Paul is talking about those people who are dedicated their lives to live for pleasure. നമ്മുടെ ഇന്നത്തെ തലമുറ തന്നെ, നമ്മളൊക്കെ തന്നെ, നമ്മൾ ഉൾപ്പെടുന്ന ഇന്നത്തെ തലമുറ, Look at the generation today, including us. നമ്മുടെ എല്ലാ എക്കോണമി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ എക്കോണമിയാണ്. And all our economy is tied to instant gratification. എന്ന് പറഞ്ഞാൽ അവർ ഹ്യൂമൻ ഡിസയർ, നമ്മുടെ മാനുഷികമായിട്ടുള്ള താല്പര്യമുണ്ടല്ലോ, എന്തുവാ, ഇമ്മീഡിയറ്റ് പ്ലഷർ വേണം. And our human desire is to have immediate pleasure. അന്നേരം നമുക്ക് സന്തോഷിക്കാൻ ഇടയാകണം. And we want pleasure immediately and we want to enjoy. ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം. And we want an instant gratification. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രസംഗങ്ങളൊക്കെ പോലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ള പ്രകടനങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. And that's why even the messages are sometimes performances. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഏകദേശം നമ്മൾ ഫൺ എന്നാണ് അതിനെ പറയുന്നത്. And we call it fun in everything what we Fun do. is not bad. അത് ഫണ്ണ് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാകരുത്. Don't live for just fun. we live in a convenience economy. ഒരു കൺവീനിയൻസ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ one click shopping ഒക്കെ ഉണ്ടല്ലോ. And we have one click shopping like Amazon. Instant food delivery. Instant food delivery. Streaming platforms. സ്ട്രീമിംഗ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ. ഇതെല്ലാം നമുക്ക് ഇമ്മീഡിയറ്റ് കംഫർട്ട് ആഗ്രഹിക്കുന്നവരാ. All this gives us immediate comfort or instant gratification. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കംഫർട്ടാ വേണ്ടിയത്. And we all want that immediate comfort. അല്പകാലങ്ങൾ ഇങ്ങനെ പ്രയാസത്തിൽ കൂടിയൊക്കെ ഒന്ന് പോകാം. അല്പകാലം ഈ പ്രയാസത്തിൽ കൂടെ പൊക്കോ. Just going through some difficulty for some time. അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ, if I say everything will be okay afterwards, നമ്മൾ എത്ര പേര് അത് സ്വീകരിക്കും? how many of you will accept that path? No, നമ്മൾ പറയും ഇമ്മീഡിയറ്റ് കംഫർട്ട് വേണം, എനിക്കിപ്പം വേണം. And no, we say I want immediate comfort, I don't want to wait. അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നടന്നൊരു കാര്യം, there was a shift from meaning to happiness. ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, ഒരു ഇൻസ്റ്റന്റ് പ്ലഷറിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്കുണ്ടായി. മനസ്സിലായോ? മീനിങ്ഫുൾ ലൈഫ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവർ വളരെ ചുരുക്കമാണ്. There is only very few people who wants to live a meaningful life. എന്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ പേരും? Many of us, what do we live for? ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കുന്നവരാ. We live for happiness. മീനിങ്ഫുൾ ആണോ എന്ന് നോക്കുന്നില്ല. We do not look and see if it's meaningful. ശ്രദ്ധയോടെ കേൾക്കണേ. I want you to pay attention. അർത്ഥപൂർണമായ ജീവിതം എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. Our goal is not to live a meaningful full life. നമ്മുടെ ലക്ഷ്യം സന്തോഷമാണ്. Oftentimes our goal is to be happy. ഈ മൊമെന്റിലെ, ഈ നിമിഷത്തിലെ സന്തോഷമാണ്. We look for momentary happiness in our life. അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. We often live for that. അവരുടെ ദൈവം വയറ്. But those people, their God is stomach. വലിയൊരു അറ്റൻഷൻ ക്രൈസിസ് ഉണ്ട് നമുക്ക്. We have an attention crisis. പണ്ടൊക്കെ പറയുമായിരുന്നു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒക്കെ വചനം പ്രസംഗിക്കുന്ന സമയങ്ങളുണ്ടായി. There were times we can hear the word of God for an hour, no problem. ഇപ്പൊ നമ്മൾ പറയുന്ന അറ്റൻഷൻ സ്പാൻ ഒത്തിരി അങ്ങ് ചെറുതായി. And we today say our attention span is very limited. 10 മിനിറ്റ്, 10 minutes, 15 മിനിറ്റ്. 15 minutes. ബൈബിളാ പ്രസംഗിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി, if it is Bible is being preached, definitely attention span is short. അറ്റൻഷൻ സ്പാൻ അങ്ങ് ഒത്തിരി കുറഞ്ഞു. Our attention span is diminished. നമുക്കൊരു അറ്റൻഷൻ ക്രൈസിസ് ഉണ്ട് കേട്ടോ. We have an attention crisis. മൂവി കണ്ടോണ്ടിരുന്നോ 3 മണിക്കൂർ ഒരു ക്രൈസിസും ഇല്ല. If you watch a movie for 3 hours, no crisis. ഒരു സോക്കർ കണ്ടോണ്ടിരുന്നോ മണിക്കൂറുകൾ ഒരു അറ്റൻഷൻ ക്രൈസിസും ഇല്ല. Watch a soccer game, no crisis. ബൈബിള്, but if you open the Bible, maximum 10 minutes. Capsule forming തരാവോ പാസ്റ്ററെ? Pastor, can you give us in a capsule form? നിങ്ങൾ ആരും അങ്ങനെ പറയുന്നില്ല. I know you, none of you say that. മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും എന്നോട് പറയുന്നില്ല. I know you're thinking in your mind, but you don't verbalize. നിങ്ങൾ ഞങ്ങളെ സഹിക്കുന്നുണ്ട്. You bear us and tolerate us. കാരണം മീനിങ്ങിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്. Oftentimes we do not live for a meaningful life. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന പ്ലഷറിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുക. We live for the carnal body, the outward man,
and for the pleasure of that man. എത്ര പേർക്ക് ധൈര്യമുണ്ട് ഞാനൊരു മീനിങ്ങിന് വേണ്ടിയാണ് ജീവിക്കുന്നത്? How many of you can boldly say I live a meaningful life? അതോ ജസ്റ്റ് ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്? Or you are just living for happiness? അതുകൊണ്ട് തന്നെ എന്ത് വേണ്ടി നമുക്ക് അറ്റൻഷൻ ക്രൈസിസ് കൂടുന്തോറും ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടും. So as the attention crisis increase, our anxiety and depression also increase. നിങ്ങൾ നോക്കിക്കോണം, ഇൻസ്റ്റന്റ് പ്ലഷർ കൂടുന്തോറും സ്കൈ റോക്കറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. As instant pleasure increasing, there is something else is skyrocketing. ലോൺലിനെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം കൂടുകയാണ്. Loneliness, anxiety and depression are also increasing. കാരണം നമ്മൾ ഇപ്പോഴും എന്തിന്റെ പുറകെയാ? സൂപ്പർഫിഷ്യൽ പ്ലഷേഴ്സിന്റെ പുറകെയാ. Because we are running after or chasing superficial pleasures. ഉപരിപ്ലവമായിട്ടുള്ള സന്തോഷങ്ങളുടെ പുറകെയാണ് നമ്മൾ. We run after the superficial things that make us happy. അകമയുള്ള മനുഷ്യനെ കുറിച്ച്, മീനിങ്ഫുൾ ലൈഫിനെ കുറിച്ച് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? How many of you are thinking about an internal man or meaningful life in your every day? സോറി ടു സേ, അതുകൊണ്ട് പലപ്പോഴും നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയാ. And so oftentimes we worship such things in our lives. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന പൈസയാ. We often worship money. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന ആഹാരത്തെയാ. We worship food. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന എന്റർടൈൻമെന്റിനെയാ. We worship entertainment. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന സക്സസിനെയാ. We worship success. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയെയാ. We worship social media. നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന നമ്മുടെ സ്വയത്തെയാ. We often worship our own self. You know, anything that replaces God, Paul says, അവരുടെ ദൈവം വയറ്, താൽക്കാലികമായിട്ട്. പൗലോസ് പറയുന്നത് ദൈവത്തെ റിപ്ലേസ് ചെയ്യുന്ന ഏത് കാര്യമായാലും അതൊക്കെ താൽക്കാലികമാണ്. ഹല്ലേലൂയ. Amen. നിലനിൽക്കാത്തതിക്ക് വേണ്ടി നമ്മൾ എത്രയോ പൈസ ചെലവിടും. And how much money we spend things that are frugal and not eternal. ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. I do not want to go to detail. ആരെയും പ്രയാസപ്പെടുത്താൻ എനിക്ക് താല്പര്യം. I don't want to hurt any of you. എന്തുമാത്രം പൈസ വേണമെങ്കിലും നമുക്ക് അതിനൊക്കെ ചെലവഴിക്കാം. We can spend as much money as we want for those things. വീടുകളാകട്ടെ, വാഹനങ്ങളാകട്ടെ, നമ്മുടെ സമയത്തിന്റെ സ്പെൻഡിങ് ആകട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. Whether it is homes or cars or the time we spend for our time resources. മീനിങ്ഫുൾ ലൈഫിന് വേണ്ടി, for meaningful life, നമ്മൾ എത്ര അറ്റൻഷൻ കൊടുക്കുന്നു? how much attention are we paying? നല്ല വീടുകൾ കണ്ടേക്കാം. We may have good homes. പക്ഷേ പ്രെയർ ഓൾട്ടർ ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. How long it's been the prayer altar is empty. ഡൈനിങ് ടേബിളിൽ നിറച്ച ആഹാരം വന്നേക്കാം. The dining table may be full of delicious പക്ഷേ food. ബൈബിൾ മുഴുവൻ പൊടി പിടിച്ച് കിടക്കും. But the Bible is dusty on one corner. പൗലോസ് പറയും, എനിക്ക് ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്നു. Paul is saying that I weep thinking about these things. ക്രൂസിന്റെ ശത്രുക്കളായി നടക്കുന്നവരെ ഓർത്ത് ഞാൻ കരയുന്നു. Paul is saying I cry for those who are the enemies of the cross. അവരുടെ അവസാനം നാശം. Their destiny is destruction. അവരുടെ ദൈവം വയറ്. Their God is stomach. മൂന്നാമത് പറയാ, they glory in shame. അവർ ലജ്ജയായതിൽ മാനം തോന്നുന്നവരാ. And they're also saying that glory is in their shame. വളരെ പരിതാപകരമാണ്. the world is celebrating what God condemns. ദൈവം കണ്ടം ചെയ്യുന്ന കാര്യത്തെയാണ് ഈ ലോകം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അറിയാതെ അത് സഭയിലേക്കും കയറുന്നുണ്ട്. Even that it is creeping into our church. ദൈവം ന്യായം വിധിക്കുന്ന, ദൈവം കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളെ സഭയും ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭകളും The thing that God abhors, it is being taken into our church. സിന്നിനെ നമ്മൾ വിളിക്കുന്നത് അത് മാർക്കറ്റഡ് ആസ് ഫ്രീഡം അല്ലേ? Sin is marketed as freedom today. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കാൻ തുടങ്ങും. Purity, when you say purity, people laugh at you. വിശുദ്ധി, ഹോളിനെസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയും. Holiness is outdated. അല്ലേ? The world applauds what heaven rejects. സ്വർഗം റിജക്ട് ചെയ്യുന്നതാണ് ലോകം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. ചുറ്റുപാട് നോക്കിയാൽ അനേക സഭകളിലും കാണുന്നത്. We see that throughout the churches around us. Instead of repenting, world is celebrating. റിപ്പന്റ് ചെയ്യുന്നതിന് പകരം ലോകം അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. So ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാമോ? So you know what is the biggest danger? ലോകത്തിൽ ചുറ്റുപാടുമുള്ള ലോകം പാപത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളതാൽ മാത്രമല്ല അപകടം. It is not only the danger that the world is celebrating sin. നമ്മുടെ ചർച്ച് കംഫർട്ടബിൾ ആകുന്നു എന്നുള്ളത്. The church is becoming comfortable. That is a danger. ലോകം അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല, not only that the world is celebrating that, അറിഞ്ഞും അറിയാതെയും അതേ പാപം സഭകളിലേക്ക് നൂണ്ട് കടന്നുകൊണ്ടിരിക്കുക. whether knowingly or unknowingly, those are creeping into our churches. Many churches
കണ്ടോൺ. അനേക സഭകൾ കോഹാബിറ്റേഷൻ ടേക്ക് ഇറ്റ് ഈസിലി, റൈറ്റ്? ഒരുമിച്ച് താമസിക്കുന്നതിനെ പല ചർച്ചുകളും അതിനെ വിരോധിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. കോഹാബിറ്റേഷൻ. Cohabitation means living together, right? ആരാ മീൻസ് അവിവാഹിതർ Right. ഒരുമിച്ച് താമസിക്കുക. Without being married. Adultery, pornography, casual sexual relationship. Church is taking it very easy. Church is condoning or tolerating adultery, pornography, and casual sexual relationships. Some churches even affirm same-sex relationships. Same-sex relations, homosexuality are accepted by churches. ദൈവത്തിൻ്റെ വചനം നിശ്ചിതമായിട്ട് കണ്ടം ചെയ്യുന്ന പാപം. The word of God is very clearly condemning the sin of a homosexuality. തിരിച്ചറിയാൻ മേലാത്തൊരു റോമാലേഖനം 1-ാം അധ്യായം പിന്നെ ഒന്നുകൂടെ പോയി If വായിച്ചു. you don't understand that, go read Romans chapter 1. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതും പുതിയ നിയമത്തിൽ കാണുന്നതുമായ ന്യായവിധിയുടെ ഏറ്റവും വലിയ മുഖാന്തരമായി തീർന്നത്. And you know, one of the things as mentioned in the Old Testament as well as in the New Testament is very condemning homosexuality. ദൈവദാസന്മാർ തന്നെ സെയിം സെക്സ് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള മാരേജസ് നടത്തിയ സംഭവങ്ങൾ നമുക്കറിയാം. We know churches are now conducting same-sex marriages. കേൾക്കാൻ സുഖമുള്ള മെസ്സേജ് അല്ലെന്ന് I know എനിക്കറിയാം. it is not a comfortable message, പക്ഷെ നമ്മൾ തയ്യാറായിരിക്കണം. but we need to be prepared. ഇതിനെല്ലാം എതിരായിട്ട് നമുക്ക് നമ്മെ തന്നെ സുസജ്ജമാക്കണം. And we need to prepare ourselves to against these kind of things. സഭയെ ഒരുക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം, നമ്മുടെ കുടുംബങ്ങളെ We ഒരുക്കണം. need to prepare our church and our children, our families. ഇതിനൊന്നും ദൈവത്തിന്റെ വചനം നമുക്ക് അനുമതി നൽകുന്നില്ല. The word of God does not allow us permission for any of ഇതിനെല്ലാം എതിരായിട്ട് വചനത്തിന്റെ ബേസിസിൽ നമുക്ക് ശക്തമായി നിൽക്കുവാനിടയാകണം. Based on the principles of the word of God, we need to stand firm against these things. ദൈവവചനത്തിനും ആരാധനയ്ക്കുമുള്ള ആ റെവറൻസിനെ എന്റർടൈൻമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്. Don't bring entertainment for the worship and the study and the word of God. ഒരിക്കൽ പോലും ദൈവവചനത്തിനുള്ള പ്രാധാന്യമോ ആരാധനയ്ക്കുള്ള പ്രാധാന്യമോ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യമോ എന്റർടൈൻമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യരുത്. ഞാൻ Don't replace the worship and the prayer and the study of the word of God with entertainment. ഹല്ലേലൂയ. Amen. നമ്മുടെ പ്രൈഡ് സെലിബ്രേറ്റ് ചെയ്യരുത്. And don't celebrate our pride. നമ്മുടെ സെൽഫ് എക്സോൾട്ടേഷനെ സെലിബ്രേറ്റ് ചെയ്യരുത്. Don't celebrate our self-exaltation. നമ്മുടെ പാപത്തെ ഏറ്റവും ലാഘവത്തോടെ കാണുവാൻ നമുക്കിടയാകരുത്. Don't see or tolerate sin with ease. Don't ignore repentance. Repentance ne nammal ignore cheyarudhu. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടയിൽ കരച്ചിലും നിലവിളിയുണ്ട്. And that's why I said we need to have weeping ഒരു and crying. കൊച്ചു പാപം നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ തന്നെ Even as we see a small sin in our lives, അത് ഏറ്റുപറയുവാൻ നിലവിളിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് we should കഴിയണം. be able to confess and ask the Lord for forgiveness. ഒരു തകർന്ന ഹൃദയം നമുക്ക് We ഉണ്ടാകണം. need to have a broken heart. എന്റെ കർത്താവേ, എനിക്ക് മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കണം. I want to live a meaningful life, Lord. നിന്നെ മഹത്വപ്പെടുത്തി നിന്നെ പ്രസാദിപ്പിച്ച് എനിക്ക് I want ജീവിക്കണം. to please you and I want to honor you. അതുകൊണ്ട് ഞാനിതാ എന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നെന്ന് പറയണം. Lord, I confess my sins because of that. നമ്മളിത് മനുഷ്യരെ ബോധിപ്പിക്കാൻ ചെയ്യുന്നതല്ല. Don't do anything to please people. നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുന്നതാണ്. We should be confessing those to God. അങ്ങനെയുള്ള റിപ്പന്റൻസിന്റെ സമയങ്ങൾ നമുക്കുണ്ടാകണം. And I pray that such time of repentance will be in our lives. സമയം തീരാൻ പോകുന്നതുകൊണ്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് I want to അവസാനം. say one more thing and conclude. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അദ്ദേഹം കരയുന്നതിന്റെ മറ്റൊരു കാരണം, There is another reason Paul is crying. He അവർ says, ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. and their mind is set on earthly things, it says. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അതോടൊപ്പം അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. They glory in their shame as well as they think about the earthly things. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് അവരുടെ ലോകത്തിലുള്ള ഭൂമിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നു ജീവിക്കണമെന്നല്ല. That is not to say you need to forget the earthly responsibilities. പറയുന്നതിന്റെ അർത്ഥം earthly things ultimate things ആകരുത്. But don't give priority to the earthly things or the ultimate things. ഭൗതികതയെ ഉയർത്തുന്ന ജീവിതമായി തീരരുത് നമ്മള്. We should not be ever lifting the things of life. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ആത്മീകതയെ ഉയർത്തുന്ന ജീവിതമായിരിക്കണം. Our life should be lifting the spiritual part of our life. ഹല്ലേലൂയ. Amen.
നമുക്ക് ആവശ്യമായ ഭൗതികതകൾ കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. God has given us all the material things that we need. ശ്രദ്ധിച്ചു കേൾക്കണേ. I want you to pay attention. ഭൗതികതയെ ഉയർത്തുന്ന ജീവിതം ആകരുത് നമ്മുടേത്. Our life should not be thinking, elevating material things. ആത്മികതയെ ഉയർത്തുന്ന ജീവിതമായിരിക്കണം. Our life should be focused on the spiritual അതിനു things. വേണ്ടത് കർത്താവ് നമുക്ക് നൽകട്ടെ. And I pray that God give us the grace for that. ഹല്ലേലൂയ. Amen. ഇന്ന് നമ്മൾ അൾട്ടിമേറ്റ് ഗുഡ്നെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് തിങ് ആയിട്ട് കാണുന്ന എന്തുവാ? What do we see as the ultimate good in our lives? നമ്മുടെ കരിയർ ആണെങ്കിൽ, നമ്മുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ, Whether it is career or your property, നമ്മുടെ ബിസിനസ് ആകട്ടെ, നമ്മുടെ സ്റ്റാറ്റസ് ആകട്ടെ, പൊളിറ്റിക്സ് ആകട്ടെ, എഡ്യൂക്കേഷൻ ആകട്ടെ, whether it is business or status or politics or education. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. I'm not saying these are not important. ഇത് ഒക്കെ ഒരുപക്ഷെ അനുഗ്രഹങ്ങളായിരിക്കാം. These are blessings. പക്ഷെ അവയെ നമ്മുടെ ദൈവമാക്കരുത്. But don't make them your God. അതിനെ ആരാധിക്കാൻ തുടങ്ങരുത്. Don't start worshiping them. അൾട്ടിമേറ്റ് തിങ്സ് ആക്കരുത്. Don't make them the ultimate thing. ഇതെല്ലാം താൽക്കാലികമാ. All these are temporary. ഈ മരുഭൂമിയിലെ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ചെറിയ മരുപ്പച്ചകൾ പോലെയായത്. It is like an oasis you see in a desert. ഇവിടെ കുടികിടപ്പ് നടത്താനുള്ളതല്ല. And that is not to be dwelling and നമുക്ക് staying there മൂവ് ചെയ്തേ മതിയാകുള്ളൂ. We need to continue to move. ഈ യാത്രയിൽ മുന്നോട്ട് പോയേ We മതിയാകുള്ളൂ. need to continue to move in this journey. ഇന്ന് രാവിലെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, Can we ask ourselves this morning, എന്റെ ഹൃദയത്തിലുള്ള അൾട്ടിമേറ്റ് തിങ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്തുവാ? what is the ultimate thing I keep in my mind as the most important? ദൈവത്തെ ഉയർത്തുന്നതിലും എന്റെ ആത്മീക മനുഷ്യന്റെ ഡെവലപ്മെന്റിലുമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? Am I focused on my spiritual enlightenment and lifting, or am I focused on the other things? ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആരെങ്കിലും എൻ്റെ കോൺവെർസേഷൻ അടുത്ത് കേട്ടായിരുന്നെങ്കിൽ, If any of you paid close attention to my conversation this last week, എൻ്റെ കോൺവെർസേഷൻ കേട്ടേച്ച് ആ വ്യക്തി എന്നോട് പറയുമോ, യു ആർ എ മാൻ ഓഫ് ഗോഡ്. listen to that conversation, that person will conclude you are a man of God. ആരെയും കുറ്റം വിധിക്കാനല്ല, പക്ഷെ എല്ലാവരും അവരവരെ ഒന്ന് നോക്കാനാണ്. I'm not judging anyone, but I want to reflect on your own. ഞാൻ യേശുവിൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നോ നമ്മുടെ കോൺവെർസേഷൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ? Was our conversation revealed that we belong to Christ? ഇപ്പം നമ്മൾ നല്ല ഉദാഹരണങ്ങളെ പിൻപറ്റണമെന്ന് പൗലോസ് പറയുന്നു. Paul is saying, follow good examples. നിങ്ങൾ എന്നെ അനുകരിക്കണം. Follow me, look at me. ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കുന്നവരെയും അനുകരിക്കണം. And follow the model and the example we have set for you. പക്ഷേ ചിലരെ അൺഫോളോ ചെയ്തോണം. And also unfollow some people. എന്തുവാ? ക്രൂശിന്റെ ശത്രുക്കളായിട്ട് നടക്കും. Those who walk as the enemies of cross. കാരണം അവരുടെ അവസാനം നാശമാണ്. Because their end is destruction. അവരുടെ ദൈവം വയറാ. Their God, stomach is their God. അവർക്ക് ലജ്ജയായതിൽ മാനം തോന്നുന്നവരാ. They take pride in things that are shameful. അവർ ഭൂമിയിലുള്ളത് മാത്രം They ചിന്തിക്കുന്നവർ. are only thinking about the earthly things. ഇത് ഭയങ്കര ഡേഞ്ചറസ് ഒരു കാര്യമാണ്. That is a very dangerous thing. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. And in Corinthians we read that do not be deceived, because of the words of our mouth we will be deceived. മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്ന അധമമായ സംസർഗം സദാചാരങ്ങളെ പോലും ദൂഷിപ്പിക്കുമെന്നാണ്. And bad company corrupts good moral. There's another translation of that. സോ നമ്മൾ തീരുമാനിച്ചോണം ആരെ ഫോളോ ചെയ്യണം, ആരെ ഫോളോ ചെയ്യരുത്, അൺഫോളോ ചെയ്യണം, ആരെ അൺഫോളോ. We need to make a decision who we must follow and who we must unfollow. ശലോമോൻ രാജാവ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയായിരുന്നു. Solomon was the greatest and the smartest person in the world. പക്ഷേ അദ്ദേഹത്തിന്റെ വളരെ ക്ലോസ് അസോസിയേഷൻ, അൺഗോഡ്ലി വൈവ്സ്, മിസ്രൈമിൽ നിന്നും മറ്റുമുള്ള ഭാര്യമാരുമായിട്ടുള്ള സംസർഗം, ഒരുമിച്ചുള്ള വാസം അദ്ദേഹത്തെ എവിടെ എത്തിച്ചെന്ന് നമുക്കറിയാം. We know he has taken wives from Egypt and other heathen nations and how they influenced him. ഇസ്രായേൽ രണ്ടായി തീരാൻ പോലും അത് മുഖാന്തരം. And that was the reason why Israel was split into two. നമ്മൾ മറ്റൊരു ഉദാഹരണം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ആഹാബും യഹോശഫാത്തും കൂടി ഉള്ള ഒരു സഖ്യം. And there was another incident, Ahab and Jehoshaphat, they joined together. 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അത് വായിക്കുന്നു. We see that in 2 Chronicles chapter 18. അവിടെ കാണുന്ന യഹോശഫാത്തും യഹൂദായും കൂടെ ആഹാബിന്റെ കൂടെ അലൈൻ ചെയ്തു. And Jehoshaphat and Judah, the northern kingdom, aligned together. നമുക്കറിയാം എന്ത് സംഭവിച്ചെന്ന്. ഒരു തരത്തിലാണ് ജഹോശഫാത്ത് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. We know Jehoshaphat barely escaped from there. Very, very important.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ വാക്കുകളെ I'm അവസാനിപ്പിക്കുമ്പോൾ going to conclude here. വിവരിക്കാതെ ഞാൻ പെട്ടെന്ന് പറയാം. I want to conclude without much illustration. എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് whom to follow? ആരെ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In Psalm 1 we read, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. Blessed is those who would not walk in the counsel of the evil. Always making sure that we follow Christ. എപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ പിൻപറ്റുന്നത് നമ്മൾ making sure that we follow faithful spiritual leaders. മറ്റുള്ളവർക്ക് നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ ലീഡേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യണം. We make sure that we follow those who imitate Christ. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അനുഗായികളായിട്ടുള്ളവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം. Stop walking in the counsel of the wicked, the ungodly. വിക്കറ്റ് ആയിട്ടുള്ളവരുടെ കൗൺസിൽ നടക്കാതെ ഇരിക്കുക. Reduce unnecessary companionship. വേണ്ടാത്ത കൂട്ടുകളിൽ നമ്മൾ ചേരാതിരിക്കുക. സദൃശവാക്യങ്ങൾ 13:20 നമ്മൾ വായിക്കുന്നു. In Proverbs 13:20 we read, ജ്ഞാനികളോടുകൂടെ നീ നടക്കുക, നീയും ജ്ഞാനിയാകും. Those if you walk with the wise you will be wise. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. And the companion of fools will be destroyed. Guard your hearts from gradual compromise. ഗ്രാജുവൽ ആയിട്ട് സ്ലോ ആയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതിൽ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. ഈ ഗ്രാജുവൽ കോംപ്രമൈസ് വലിയ അപകടമാണ്, മറ്റേതിനേക്കാൾ അപകടമാണ്. Gradual compromise is even worse than the other compromise. കാരണം നമ്മൾ അറിയത്തില്ല നമുക്ക് എപ്പോഴാ കോംപ്രമൈസ് ചെയ്തു പോയതെന്ന്, നഷ്ടപ്പെട്ടു പോയത്. Because we become complacent, we don't know how we gradually compromise. ഒന്നാം സങ്കീർത്തനം അതാ പറയുന്നത്. And that's what the Psalm 1 says. ആദ്യം ദുഷ്ടന്മാരുടെ ആലോചന പോലെ നടക്കാൻ തുടങ്ങി, And you started walking in the counsel of the wicked. പിന്നെ പാപികളുടെ വഴിയിൽ നിൽക്കാൻ തുടങ്ങി, Then he started standing in the way of the sinners. പിന്നെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ Then തുടങ്ങി. you started sitting in the seat of the mockers. അപ്പൊ ഒരു ഡൗൺവേർഡ് പ്രോഗ്രഷൻ ഉണ്ട്. You see a downward progression there. അപ്പൊ നമ്മളെ ആ ഗ്രാജുവൽ കോംപ്രമൈസ് ഉണ്ടാകാതെ നമ്മളെ So സൂക്ഷിക്കണം. we guard yourself in the gradual compromise. നമുക്ക് fill the empty space with godly fellowship. You know, we have empty spaces ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിനെ കൊണ്ട് ഫിൽ ചെയ്യണം. പ്രാർത്ഥിക്കുന്നവരുമായി, ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ, ആത്മീകതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ, ഇവരെല്ലാമായിട്ട് സമയങ്ങൾ ചെലവഴിക്കണം. Spend time with people who are godly, who spend time in prayer and think about the things of God. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കണം, കൂട്ടായ്മയ്ക്ക് സമയം ചെലവഴിക്കണം, ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കും സമയം ചെലവഴിക്കണം. Spend time in the presence of God, come to fellowship and worship with people who are alike. അൺഫോളോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും വെറുക്കുകയല്ലല്ലോ. Unfollowing is not hating someone. Be loving to everyone, എല്ലാവരോടും സ്നേഹമായിട്ട് പരിവർത്തിക്കുക. but without becoming influenced by any wrong model. തെറ്റായിട്ടുള്ള മോഡൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യേശു അനേക പാപികളോടുകൂടെ, ചുങ്കക്കാരോടുകൂടെ ഒക്കെ ഭക്ഷിക്കുകയും സംസർഗം നടത്തുകയും ഒക്കെ ചെയ്തു. Jesus hung around with sinners and you know people who were tax collectors. അവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടല്ലായിരുന്നു, But not to imitate them. അവരെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനായിരുന്നു. To bring them back to the fold. അപ്പൊ നമ്മൾ ഓർത്തോണം, And so we also must remember, നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോഴെല്ലാം, ആളുകളുമായിട്ട് ഇടപെടുമ്പോഴെല്ലാം, as we relate and mingle with people, അവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആകാനായിട്ടല്ല, not to be influenced by them, അവരെ കർത്താവിലേക്ക് വിളിക്കാനായിട്ട്. but to guide them and direct them to the നമ്മൾ Christ. കർത്താവിനെ പിൻപറ്റുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാന്, And so when we are influencing others by interaction with them, അതിന് മുഖാന്തരമാകണം. and let that be our goal. അപ്പം ഫോളോയിങ് മാത്രമല്ല, So not only following, അൺഫോളോയിങ് വേണം. we need also unfollow. ആ അൺഫോളോയിങ്ങിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. We need to remember what we need to follow in that unfollowing. ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾസ് മുന്നേ വെക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. I can only tell you about the principles of the word of God. നിങ്ങൾ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് എനിക്ക് എന്ത് ചെയ്യണം. Each one of us need to make your own decision of what we must do. ഇന്ന് രാവിലെ ഒരു തീരുമാനത്തിന്റെ ദിവസമാകട്ടെ. And let this be a day of decision. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്താം. Let us lift our hearts to the നമുക്ക് Lord. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. Everybody pray. കർത്താവിനോട് കൃപയ്ക്കായിട്ട് Let പ്രാർത്ഥിക്കാം. us ask the Lord for നമ്മളിൽ grace. ആരും പെർഫെക്റ്റ് അല്ല, None of us are perfect. ആരും നല്ലവരല്ല, സ്വയമേവ. And nobody is good on their own. കർത്താവ് നമ്മെ തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്നതല്ലാതെ ഒരു നന്മയും നമുക്കില്ല. We have no other goodness in us other than He washed us with His blood. എന്നാൽ നമുക്ക് നിരന്തരമായിട്ടുള്ള ആത്മീക വളർച്ച ഉണ്ടാകണം. We need to have a constant improvement in our ഇന്ന് രാവിലെ spiritual നമുക്ക് life. പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ, Everybody praying, let us pray. എല്ലാവരും കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് I want all ഉയർത്തി, of you to focus your eyes on Him. നിങ്ങളുടെ ശബ്ദം ഉയർത്തി Open
your mouth and raise your കർത്താവിനോട് voice. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray unto the Lord. കർത്താവേ, നിന്റെ വചനം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. Lord, reveal your words to me. എനിക്കൊരു മീനിങ് ഫുൾ ലൈഫ് ജീവിക്കണം. Lord, I want a meaningful life. അതിനെന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. Lord, help me for that. Our Heavenly Father, we thank you for the word that is spoken to us. Even though it is difficult word that we heard this morning, but we know it is the truth and it is the word of God. Oftentimes we have many gods in our life. We replace you with many things. Amen. Material things, pleasures of this life, our wealth, our security, our job, whatever it may be, Lord. Each one of us have our own things that we have replaced you with, Father. I pray that this morning give us that admonition, that we take this to heart and change our own lives, look at our own lives, not to look at the person next to us, oh God. Amen. Father, I pray that this word will continue to work in our lives and our hearts, that we will be examples for others, just like Paul said, follow my example. We will be example for the people in our workplace, in the marketplace, Amen. in our homes, wherever we are. Help us to follow you, Lord. That's the only desire. Thank you for the word that is spoken, that it will not go void. As a church, Lord, we will be a community of people who have brokenness, Amen. who will come Amen. to you with brokenness in our heart. Amen. And ask for forgiveness where forgiveness needs to be asked. And correct our ways, go in the right direction, Lord. Amen. Amen. Thank you once again. We love you, we praise you, we honor you. You alone are worthy of our praises. Yes. In Jesus Christ, the Lord's precious name, we pray. Amen. 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 Thank you, Sam. Thank you also to all of you for hearing us.